നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ റിലേഷൻഷിപ്പ് സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്. നമ്മുടെ എല്ലാ സീരീസും എല്ലാ വീഡിയോസും തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോഗിച്ച് നോക്കാം. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൈൻഡ്നെസ് എന്ന് പറയുന്നതാണ്. എല്ലാവരും കൈൻഡ് ആകണം, എല്ലാവരോടും കെയർ ചെയ്യുന്നവരായിരിക്കണം, കൈൻഡോട് കൂടിയേ നമ്മൾ ഒരാളോട് പെരുമാറാവൂ. അതായത് എല്ലാവരോടും സഹതാപവും ഒരു നല്ല സഹാനുഭൂതിയും എന്നൊക്കെ പറയും, എമ്പതി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ കൈൻഡ്നെസ് ഇൻ എ റിലേഷൻഷിപ്പ്, അത് പ്രത്യേകിച്ച് നമ്മൾ നാർസിസം അല്ലെങ്കിൽ നമ്മുടെ അബ്യൂസീവ് റിലേഷൻഷിപ്പ്, വിക്ടിം റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ഈ കൈൻഡ്നെസ്സിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിലേഷൻഷിപ്പിൽ കൈൻഡ്നെസ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ 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 ശ്രദ്ധിച്ച് വേണം കൈൻഡ്നെസ്സിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. എനിക്കൊരാളോട് കൈൻഡ് തോന്നണമെങ്കിൽ അത് ജസ്റ്റിഫൈഡ് ആയിരിക്കണം. ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കൈൻഡ്നെസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരാൾ നമ്മളോട് പെരുമാറുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തികളെ നോക്കിയിട്ട് ആ ഫങ്ഷനിൽ ആ വ്യക്തി എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ കൈൻഡ്നെസ്സിനെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. എല്ലാവരോടും കൈൻഡ്നെസ് വെതറിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളായിരിക്കും പ്രശ്നത്തിൽ അകപ്പെടുക. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഒരാൾ നമ്മളോട് ഈവിള് ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മളോട് മോശമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമ്മൾ കരുണ കാണിക്കണം. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ കരുണയാണ്. ആ സഹാനുഭൂതിയൊക്കെ വളരുന്ന ഒരു ഗ്രൗണ്ടാണ് ആ കരുണ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ദ്രോഹിക്കുന്നവരോടും കരുണ കാണിക്കണം എന്നുള്ളത്. നമ്മളെ ദ്രോഹിക്കുക എന്ന് പറയുന്ന ആളോട് കരുണ എന്ന് പറയുന്നത് അയാളെ മാറ്റി നിർത്തുക എന്നുള്ള കരുണയാണ് ആ കരുണ. അല്ലാതെ വീണ്ടും 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 എന്നിലേക്ക് റീകൺസീലിയേഷൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതി അല്ല കരുണ എന്ന് പറയുന്നത്. അപ്പം കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ എനിക്ക് നിങ്ങൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം എൻ്റെ ലൈഫിലേക്ക് വേണ്ട, അബ്യൂസീവായിട്ടുള്ള ആ ഒരു സംഭവം എനിക്കിനി വേണ്ട എന്നുള്ള രീതിയിൽ അയാളെ വിടുക എന്നുള്ളതാണ് ഒരു കരുണയുടെ മാക്സിമം തിങ്. അതുകൊണ്ടാണ് ജസ്റ്റിസ് എപ്പോഴും സെർവ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കരുണ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കൈൻഡ്നെസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു ഈവിളിനെ നമ്മൾ ജസ്റ്റിസ് കൊണ്ടാണ് നേരിടേണ്ടത്. അപ്പോൾ നമ്മൾ എൻ്റെ കരുണയെ എനിക്ക് ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരാൾ എന്നോട് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഞാൻ അയാളോട് കൈൻഡ്നെസ് കാണിക്കുമ്പോൾ ജസ്റ്റിസ് സെർവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. എനിക്കോ അയാൾക്കോ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നവർക്കോ അത് ജസ്റ്റിസ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഒരാളോട് കരുണ കാണിക്കാവൂ. അതല്ലെങ്കിൽ നമ്മുടെ കരുണയിൽ ആ വ്യക്തി, നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ട് വളർന്നു കയറാനായിട്ടുള്ള വളക്കൂറുള്ള മണ്ണായിട്ടാണ് കൈൻഡ്നെസ് വരിക. ഈ കൈൻഡ്നെസ്സിലുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, കരുണ എന്ന് പറയുന്ന ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കരുണയിൽ നമുക്ക് എന്തും കണക്റ്റഡ് ആവും. അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഗ്രോ ചെയ്ത് കൊണ്ടുവരാനായിട്ട് വരും കരുണയുള്ളവരിൽ. അപ്പോൾ കരുണ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ, കൈൻഡ്നെസ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ആരാണ് എൻ്റെ കൂടെ നിന്ന് വളർന്ന് വലുതാകുന്നത് എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൈൻഡ്നെസ് കാണിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രമേ കൈൻഡ്നെസ് കാണിക്കാവൂ. നമ്മൾ ഒരാൾക്ക് കൈൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യം എന്തിനെയാണ് വളർത്തുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം കാണാം, ഈ ബെഗ്ഗിങ് ഈസ് പ്രോഹിബിറ്റഡ് ആണ്. നമ്മുടെ ഈ നാട്ടിലും ബെഗ്ഗിങ് പ്രോഹിബിറ്റഡ് ആണ്. ബെഗേഴ്സിന് അവർക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ വർഷങ്ങൾ മുമ്പ്, അതായത് ഞാൻ 1993-94 ഞാനിവിടെ ഒരു സ്ട്രീറ്റ് ചിൽഡ്രൻ പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അവർക്ക് അവിടെ പോയി താമസിക്കാം, അവർക്ക് അവരുടെ സപ്പോർട്ടും എല്ലാം കിട്ടുന്നു. പക്ഷെ ആർക്കും അവിടെ താമസിക്കേണ്ട, എല്ലാവർക്കും ഇങ്ങനെ റോഡിലൂടെ ബെഗ് ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടും, അവരുടെ സ്വന്തം പോലെ അവർക്ക് ജീവിക്കാം, ഫ്രീ ആയിട്ട് അവർക്ക് നടക്കാം. ഇങ്ങനെ പല പല റീസൺസ് ഉണ്ട് അതിന്. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചിലർ വരാറുണ്ട്, അവർ ഇങ്ങനെ പൈസ ചോദിച്ചു. ഞാൻ ബെഗ് ചെയ്ത് വരുന്നവർക്ക് കൊടുക്കാറില്ല. പക്ഷെ അതേ സമയത്ത് അവരെന്തെങ്കിലും വീട്ടിൽ നിന്നൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്, ഉണ്ണിയപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമ്മളോട് പറയുകയാണ്, എനിക്ക് ഇത് വാങ്ങിക്കുവോ, ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് ഹെൽപ്പ് ദാറ്റ് പേഴ്സൺ. അപ്പോൾ അവർക്ക് ഞാൻ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഞാനിപ്പം 8 നോമ്പിനെ സംബന്ധിച്ച് മണകാട് പള്ളിയിൽ പോകുമ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അവിടെ ആളുകൾ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് നമുക്ക് ഒരു ജസ്റ്റിസ് ഉണ്ട്. അവിടെ നമുക്ക് പറയാൻ പറ്റും അവരവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, അതല്ലാതല്ല. മറ്റിടത്ത് നമ്മൾ
പല ഇവരുടെയുള്ള ആ സംഘങ്ങളെ വളർത്തുകയും മോറായിട്ട് അവരെ ചെറിയൊരു സോഷ്യലി ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ തന്നെ വീടുകളിൽ നമുക്ക് പല ദ്രോഹങ്ങൾ നടക്കുമ്പോഴും നമ്മളെ പലരും പല രീതിയിൽ നമ്മളെ അബ്യൂസ് ചെയ്യുമ്പോഴും എല്ലാം നമ്മളോട് പറയുന്ന, നമ്മൾ കേട്ട് പരിചയിച്ച് നമ്മളെ വീടുകളിൽ നമ്മൾ ലേണിങ് വന്ന് നമ്മുടെ നമ്മുടെ തലയ്ക്കകത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന വിശ്വാസങ്ങളാണ് കരുണ കാണിക്കുക എന്നുള്ളത്. കരുണ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റിസ് നോക്കി മാത്രമേ കരുണ കാണിക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ കരുണയെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ കരുണ കാണിച്ചല്ലോ എന്നല്ല, അത് അവരുടെ വിജയമായി കണ്ടുകൊണ്ടും അവർ വീണ്ടും അതിലും അപ്പുറത്തേതായ അതിലും കൂടുതൽ മാലിന്യമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കരുണ ഒരാളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ജെന്യുവിൻ റീസൺസ് ഉണ്ട്. അത് ജസ്റ്റിസ് സെർവ് ചെയ്തുകൊണ്ട് മാത്രമേ കാണിക്കത്തുള്ളൂ എന്നുള്ളത് നമ്മൾ പറയും. നമ്മുടെ ഉള്ളിൽ അത് ജസ്റ്റിഫയബിൾ ആയിരിക്കണം. അവിടെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ നിങ്ങളാണ് അവിടെ തെറ്റ് ചെയ്യുന്നത്. നമ്മൾ കരുണ ശരിയായിട്ടുള്ളടുത്ത് കാണിക്കുമ്പോൾ നമ്മളാണ് അവിടെ തെറ്റ് ചെയ്യുന്നത്. കാരണം ആ കരുണയിൽ അത് തഴച്ചു വളരുന്നത് കൊണ്ട് വളക്കൂറുള്ളൊരു മണ്ണാക്കി നമ്മളാണ് ആ ഒരു മോശമായ ബിഹേവിയറിനെ, ദ്രോഹപരമായ ബിഹേവിയറിനെ എല്ലാം നമ്മളാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും അമ്മ അച്ഛൻ മക്കളായാലും സഹോദരങ്ങളായാലും ആരായാലും ഫ്രണ്ട്സ് ആയാലും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് കരുണ കാണിക്കുന്നത് വഴക്ക് പിടിക്കുക അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റിസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തന്മയത്വപൂർവ്വം ഹാൻഡിൽ ചെയ്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാതെ അതിനെ ആ രീതിക്ക് ഒരു കരുണയോടുകൂടി അതിനെ കാര്യമാക്കി എടുക്കാതെ അത് പോട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് പുറത്തു തന്നിരിക്കുന്നു, ക്ഷമിച്ചു തന്നിരിക്കുന്നു, ഇനി അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും പോകാതെ നിങ്ങൾ അതിനെ തന്മയത്വപൂർവ്വം ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു വിർച്വു ആണ്. നമ്മളെല്ലാം സ്കൂളുകളിലും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മുടെ വീടുകളിലും ഒക്കെ പഠിക്കുന്നതാണ് കരുണയുള്ളവരായിരിക്കുക, കൈൻഡ്നെസ് ഉള്ളവരായിരിക്കുക എന്നുള്ളത്. അത് പക്ഷേ ആരോടാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കരുണ എവിടെ കാണിക്കണം, അത് ജസ്റ്റിസ് സെർവ് ചെയ്തുകൊണ്ട് കാണിക്കുക എന്നുള്ളത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്. നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. അങ്ങനെ തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് കൈൻഡ്നെസ് സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കൈൻഡ്നെസ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പീസും ഹാപ്പിനെസ്സും പ്രോഗ്രസ്സുമായിട്ടൊരു ജീവിതം ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.